എവർഗ്രീൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പെട്രോൾ പമ്പിലെ ഫ്രോഡ് പരിപാടികളെക്കുറിച്ചാണ്. അപ്പം നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുന്നതാണ്. ഇന്നലെ ഒരു വാർത്ത കാണുകയുണ്ടായി. ഒരു ചാനലിൽ, ഓൺലൈൻ ചാനലിൽ, അതായത് ഒരു ബൈക്കുകാരൻ 5 ലിറ്റർ കൊള്ളുന്ന ഒരു സ്കൂട്ടർ കൊണ്ടുവന്നടിച്ചപ്പം അതിൽ 6.5 ലിറ്റർ പെട്രോൾ കയറി. ആൾക്ക് സംശയം തോന്നിയപ്പോഴത്തേന് ആൾ ഒരു ഓൺലൈൻ ചാനലിനെ വിളിച്ചു വരുത്തുകയും അപ്പോഴവരുടെ മുമ്പിൽ വെച്ച് ഈ പെട്രോൾ പമ്പുകാർ 5 ലിറ്റർ ക്യാനിൽ ഇത് പെട്രോൾ നിറച്ച് കാണിച്ചിട്ട് അവരുടെ ഭാഗം ശരിയാണെന്നെല്ലാം കണ്ട് ന്യായീകരിക്കുന്നതായിട്ട് കണ്ടു. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സാധാരണ ജനങ്ങളെ ഇവർ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇതിലൂടെ. അതായത് ഇത് മാൽ പ്രാക്ടീസ് അഥവാ ഫ്രോഡ് പരിപാടി പെട്രോൾ പമ്പിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. നമുക്ക് തന്നെ പല തവണ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പല പമ്പുകളിൽ നിന്നും അടിച്ച പെട്രോൾ ഒരിക്കലും കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ മൈലേജ് കിട്ടാതിരിക്കുക, കൂടുതൽ പെട്രോൾ അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം. അപ്പം ആദ്യം തന്നെ ഈ പെട്രോൾ ടാങ്ക് എങ്ങനെയാണ്, അതായത് പെട്രോൾ ബങ്കിലെ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം ഈ പെട്രോൾ വരുന്നത് ആദ്യം ഒരു ഫ്ലോ സെൻസറുണ്ട്. പെട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ഡീസലിൻ്റെ അതിൻ്റെ ഫ്ലോ സെൻസ് ചെയ്യുന്ന ഒരു സെൻസറുണ്ട്. അതിൽ നിന്ന് നേരെ ആ സെൻസറിൻ്റെ വാല്യൂ നേരെ പോകുന്നത് ഈ പെട്രോളിൻ്റെ ടാങ്ക് അവിടെയുള്ള CPU അതിൻ്റെ വാല്യൂ പോകുന്നത്. അപ്പം അവിടെ നിന്ന് ആ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, അതായത് നേരെ ഫ്ലോ സെൻസറിൽ നിന്ന് നേരെ പോകേണ്ടത് അവിടെ CPU ബോർഡിലോട്ടാണ്, മദർ ബോർഡിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ വിഷ്വൽ ഡിസ്പ്ലേ ഇൻ്റർഫേസ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേയിലേക്ക് വാല്യൂ പോകുന്നു. അപ്പം ഈ ടാമ്പറിങ് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോ സെൻസറിനും മദർ ബോർഡിനും ഇടയിലാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഒരു ചിപ്പ് വെച്ച് അവരത് കൺട്രോൾ ചെയ്യുകയാണ്. അതായത് 1 ലിറ്ററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലോ സെൻസറിൽ നിന്ന് വരുന്ന വാല്യൂ എങ്കിൽ അത് ഈ ചിപ്പിലോട്ട് എത്തും. ചിപ്പ് അത് കൺവേർട്ട് ചെയ്ത് 1 എന്നുള്ള 1.5 ആക്കാം, 1.1 ആക്കാം. അതായത് 1 ലിറ്ററിന് 100 ml എക്സ്ട്രാ ഉള്ള രീതി കാണിച്ച് ആ വാല്യൂയുടെ സിഗ്നൽ എത്രയാണോ അത് നേരെ ഈ മീറ്ററിലോട്ട് നേരെ വിടാം. എന്നിട്ട് അതായത് ഈ CPU വിടാം. CPU വിട്ടിട്ട് അത് നേരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിനലി അടിച്ചിരിക്കുന്നത് നമ്മൾ 1 ലിറ്റർ വേണ്ട സ്ഥാനത്ത് നമുക്ക്, അതായത് അവർ നമുക്ക് കൂടുതലായിട്ട് കാണിക്കും. ഒറിജിനലി അതായത് 900 ml വരുമ്പോഴത്തേക്ക് അത് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, എന്നിട്ടിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയാണ് എന്നുണ്ട്, നമുക്ക് പെട്രോൾ കുറവാണ്. ഓക്കെ, നമുക്കൊരു സംശയം തോന്നി, അവരോട് അളന്ന് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് അളന്ന് കാണിക്കും. അതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിമോട്ട് ഓപ്പറേറ്റിംഗ് ഓർ മൊബൈൽ ഓപ്പറേഷനാണ് നടക്കുന്നത്. ഈ പറയുന്ന സർക്യൂട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാം, അതായത് ചിപ്പ് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും ഇവർക്ക് പറ്റും. ഈ ചിപ്പ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അതായത് ഈ മൈക്രോ കൺട്രോൾസ് ഉണ്ട്, പിക്ക്, AVR അങ്ങനെയുള്ള മൈക്രോ കൺട്രോൾസ് ഉണ്ട്. 8051 ഇത് ഉപയോഗിച്ച് സിമ്പിളായിട്ട് 2-3 കണ്ടീഷൻ കൊടുത്ത് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു ചെറിയ 1-2 കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ തന്നെ 1 ലിറ്റർ എന്നുള്ള വരുവാണെന്നുണ്ടെങ്കിൽ അത് 1.5 ആയിട്ട് ഉള്ള രീതിയിൽ നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്ത് നേരെ അതിലേക്ക് പോകാം. ഇതേ സമയത്ത് തന്നെ അതിൻ്റെ തന്നെ ഒരു കണ്ടീഷൻസും കൂടിയും കൊടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു 1 ലിറ്റർ ഈസിക്കൽ ടു 1 ലിറ്റർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കൊടുത്ത് കറക്റ്റായിട്ടുള്ളത് രീതിയിലോട്ട് ഇവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ റിമോട്ട് കൺട്രോളിലൂടെ. അതായത് ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സാര ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ്. അതായത് ഈ വാല്യൂ ജസ്റ്റ് മാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പല്ല, ചെറിയൊരു ബോർഡ്, അതായത് ഒരു തീരെ ചെറുത് ഒരു സൈസുള്ള ബോർഡ്. ഇപ്പോഴത്തേക്ക് ലീഗൽ മെട്രോളജി വകുപ്പ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് പോലും ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കാര്യം അവർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവർ ഈ പെട്രോൾ പമ്പുകാർ എന്ത് ചെയ്യും, ഈ സാധനം അങ്ങോട്ടങ്ങ് ഡിസേബിൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേനും കറക്റ്റാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ അവർക്ക് കിട്ടും. അത് പലയിടത്തും ഇത് പ്രീസെറ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പല പമ്പുകളിലും നമുക്ക് ഇത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ
വ്യക്തിക്ക് ഈ സ്കൂട്ടറിൽ പെട്രോൾ അടിച്ച വ്യക്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. അവർ കുറച്ച് സമയമെടുത്തല്ലോ, ആ സമയം കൊണ്ട് ഇവർ അത് ഡിസേബിൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ഡിസേബിൾ ചെയ്തു. എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും, അത് ഇവർക്കേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ. അതായത് ഇവർ തന്നെ കൺഫേം ചെയ്തല്ലോ, ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ OTP വേണം. സോ ഇറ്റ് ഈസ് ഏബിൾ ടു കൺട്രോൾ ബൈ മൊബൈൽ ഫോൺ. അതായത് ഈ ഡിവൈസ് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രൂഫ്. അതുപോലെ തന്നെയാണ് റിമോട്ട് വഴി. ഇത് ആരും കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ പണ്ട് ഇല്ലാതിരുന്നതാണ്. പക്ഷേ ഈ കേസ് പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഈ ചിപ്പ് യൂസുള്ള പെട്രോൾ പമ്പുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഞാൻ തന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്ന സംഭവം. ശരിക്കും 5 ലിറ്ററിൻ്റെ ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവുക 5 ലിറ്ററിൻ്റെ ക്യാനിൽ അടിച്ചിട്ട് നമ്മുടെ വണ്ടിക്കകത്തോടെ ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും വിചാരിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. കാര്യം ഒരു വ്യക്തിയായിട്ട് വരുമ്പോഴത്തേന് തന്നെ അവർ പറയും, ഞങ്ങൾക്ക് വേണം, നീ വേണമെങ്കിൽ നിൻ്റെ പണിക്ക് പോകുമെന്ന് അവർ പറയും, പെട്രോൾ പമ്പുകാർ പറയും. അതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ചില പെട്രോൾ പമ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ട്,